യാത്രികനീ വഴി പോകെ നനുത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടുണരു ഇരുൾ വീണ മനസ്സിലൊരിത്തിരി. സുബ്രഹ്മണ്യം വിളിച്ചിരുന്നു. അവൻ ദയെ വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു. എന്നിട്ട് അവള് വരില്ല. ഇന്ന് അവളുടെ വിവാഹ നിശ്ചയ അവളുടെ കസിനുമായിട്ട് എംപയർ ഹോട്ടലില്ലേ അവിടെ വെച്ച്. അത് കഴിഞ്ഞാ അവൾ ഇന്ന് തന്നെ ബോംബേക്ക് മടങ്ങുന്ന പറയുന്നത്. ഹെൻറി, കാറിന്റെ കീ കൊടു. കൺഗ്രാറ്റുലേഷൻസ്. ആ പാട്ട് റെഡിയായി. അത് കേൾക്കാൻ നിങ്ങൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ പിന്നീട് അറിഞ്ഞു ഈ ചടങ്ങിനെ കുറിച്ച്. ഇത് കഴിഞ്ഞ് നിങ്ങൾ ബോംബെക്ക് തിരിച്ചു പോവുകയാണെന്ന്. ആ പാട്ട് ദയ ശ്രീനിവാസൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കമ്പോസ് ചെയ്തതാണ്. നിങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം. എല്ലാം നുണയായിരുന്നു. ചന്ദ്രമൗലിയുടെ മ്യൂസിക് കമ്പോസിംഗ്, പാട്ട് പാടുന്നതിനായി നിങ്ങളെ വരുത്തിയതല്ല. വീണ്ടും ഒരിക്കൽ കൂടി ദയയെ കാണാൻ, എപ്പോഴെങ്കിലും ഞാൻ ദയെ സ്നേഹിക്കുന്നുവെന്ന് ദയെ അറിയിക്കുവാൻ, എനിക്കൊപ്പം ജീവിക്കാൻ ദയെ ക്ഷണിക്കാൻ. അതിനുവേണ്ടി എനിക്ക് ശീലമുള്ള എല്ലാ കുസൃതികളും ഞാൻ ചെയ്തു. പക്ഷേ ഒടുവിലത് ദയ ശ്രീനിവാസ്, നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ എനിക്കൊരു പാട്ട് ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയിലായി. ആ പാട്ട് ജനിക്കുന്നതോടെ മരിക്കുകയും ചെയ്യും. കാരണം അത് വീണ്ടും ആരും കേൾക്കാൻ പോകുന്നില്ല. പക്ഷെ ദയ അത് കേൾക്കണം. കേട്ട് കഴിഞ്ഞിട്ടേ ദയ പോകാവൂ. ഞാൻ പോകാൻ നോ, നോട്ട് അറ്റ് ഓൾ മിസ്റ്റർ വിവേക്. ഇപ്പോ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അതിനെ തള്ളിക്കളഞ്ഞാൽ മാത്രം ഞാൻ പറയും ദയ ശ്രീനിവാസനെ ഞാൻ കൊണ്ടുപോകും. ആൻഡ് ഐ വിൽ ഡു ദാറ്റ്. നോക്കൂ മിസ്റ്റർ മൗലി, നിങ്ങൾക്ക് ഈ സിറ്റിയിൽ ഗട്ടർ ലെവലിലുള്ള ഒരുപാട് ഗുണ്ടാ ചങ്ങാതിമാരുണ്ടാവും. മസിൽ പവർ കാണിക്കാനുള്ള ഒരു ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റും നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇവിടെ നിന്നും നിങ്ങൾ ദയന്റെ അനുവാദമില്ലാതെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അനുവദിച്ചോളൂ, അതല്ലേ നല്ലത്. Now it is 10 o'clock. 12 മണിക്കാണ് നിങ്ങളുടെ മോതിരം മാറൽ ചടങ്ങ്. എനിക്കൊരു മണിക്കൂറാണ് വേണ്ടത്. ജസ്റ്റ് 1 hour. തിയേറ്റർ വരെ പോകാനും വരാനും ഇടയിൽ 5 മിനിറ്റ് നീളമുള്ള ഒരു പാട്ട്. ഇനിയുള്ള ദയയുടെ ദീർഘായുസിൽ നിന്ന് ഞാൻ ആകെ ആവശ്യപ്പെടുന്നത് 1 മണിക്കൂറാണ്. അതെനിക്ക് കിട്ടണം. Nothing doing. You just get out of this place. Hey! വിവേക്, ജീവിച്ച നഗരങ്ങളിലെല്ലാം മൗലിക ഇഷ്ടവും പരിചയവും സ്ലംസും ഡൗൺ സ്ട്രീറ്റ്സുമാണ്. ലക്ഷറിയുടെ അവസാന വാക്കായ വേദികളിൽ കോൺസേർട്ട് കഴിഞ്ഞ് വേർപാറ്റാൻ ഞാൻ പോകുന്നത് തെരുവിലേക്കാണ്. സോ ഏത് എക്സ്റ്റെന്റ് വരെ മൗലി പോകും എന്ന് വെച്ചാ മോനെ, നിന്നെ തൊഴിച്ച് താഴെയിട്ട് പന്ത് കളിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നീ മോങ്ങിക്കരയുന്ന ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തോണ്ട് പറയുകയാണ്. തടയരുത്, മാറി നിൽക്കുക. കൊണ്ടുപോയ പോലെ ഇവളെ തിരികെ കൊണ്ടുവരും. നാളെ ഇവളും നീയും കൂടെ ഒരു ജീവിതം തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസിയായി മറന്നു കളയാൻ കഴിയുന്ന ഭൂതകാലത്തിലെ 1 മണിക്കൂർ ചന്ദ്രമൗലിക്ക് ഓർമ്മയിൽ നിന്ന് സൂക്ഷിക്കാൻ കുറെ നിമിഷങ്ങൾ. സോ കൂൾ ഗുരു, ഗുരു കൂൾ. ദയ, കം. Hey, Daya.
1, 2, 3, 4. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ ഒരു യാത്രികനീ വഴി പോകെ നടുത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടുണരു ഇരുൾ വീണ മനസ്സിലൊരിത്തിരീരൻ പൂവിരൽ തൊട്ടൊഴിയൂ രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ നീ വരുമ്പോൾ മഞ്ഞുകാലം കൺതുറക്കുന്നു പൊൻവെയിൽ വന്നും അവയ്ക്കാൻ കാത്തു നിൽക്കുന്നു പറന്നു പോ പകൽ കിളി ഒഴിഞ്ഞ നിൻ കുറുമ്പുകൾ തിരഞ്ഞു പോയി വരും വരെ നിലാവു കാത്തു നിൽക്കുമോ ഇത് വെറുതെ നിൻ മനസ്സറിയാനൊരു മഴയുടെ സംഗീതം രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ കാത്തിരിക്കും കാവൽ മേഘം വാതിൽ ചാരുന്നു വേനൽ മാത്രം നെഞ്ചിനുള്ളിൽ ബാക്കിയാവുന്നു തരിച്ചു ഞാൻ നടന്നു പോം തണുത്തൊരി ചുരങ്ങളിൽ മനസ്സിലെ കിനാവുകൾ കൊളുത്തുമോ നിലാവുപോൽ ഇത് വെറുതെ നിൻ ശ്രുതി അറിയാനൊരു പാർവണ സംഗീതം രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ ഒരു യാത്രികനീ വഴി പോകെ നടുത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടുണരു ഇരുൾ വീണ മനസ്സിലൊരിത്തിരീരൻ പൂവിരൽ തൊട്ടൊഴിയൂ
ഹോപ്പ് യു ലൈക്ക് ദ സോങ്. വരൂ, പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ദേ അവിടെ എത്തിക്കാൻ കഴിയും. ദേ കം. മിസ്റ്റർ വിവേക്, ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് പറയുന്നു. നിങ്ങളുടെ പ്രതിശ്രുത വധുവിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒപ്പം മൈ ഹാർട്ട്ഫുൾ വിഷസ് ഫോർ എ ഗ്രേറ്റ് മാരീഡ് ലൈഫ്. ദയ, കം. പാട്ടിന്റെ ലോകത്ത് ജീവിക്കാൻ എന്നെ അനുവദിച്ചുകൂടെ? എന്നെ വിട്ടുകൊടുക്കാതിരുന്നൂടെ? എന്നും ചന്ദ്രമൗലിയുടെ കൂടെ കഴിയാൻ. പ്ലീസ്. മിസ്റ്റർ വിവേക്, അങ്ങനെയാണ് ദയ പറയുന്നതെങ്കിൽ എനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളോട് സോറി പറയേണ്ടി വരും. ദയ, ഡോണ്ട് ടോക്ക് നോൺസെൻസ്. കം ഹിയർ. എന്താ മോളെ ഇത്? നീ ഇങ്ങ് വാ. അവരുടെ തീരുമാനം അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അവളുടെ കാര്യങ്ങൾ നോക്കാനേ അവളുടെ പേരൻസ് ഉണ്ട്. ദയ, വാ, വന്ന് വണ്ടി കയറ്. വിവേക്, വാ മോനെ. മനസ്സുകൊണ്ട് മറ്റൊരുത്തനെ സ്വീകരിച്ചവളെ ഭാര്യയാക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. Get lost, you slut. വിവേക്, കൂൾ ഡൗൺ. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം. പ്ലീസ് വിവേക്. ഹെൻറി, കാറിന്റെ കീ ഇതാ. ഏയ് മൗലി, ഇവനെങ്ങോട്ട് പോകുന്നു? മൗലി, മൗലി. ആ റെക്കോർഡിംഗ് തിയേറ്ററിൽ നിന്ന് ഹെൻറിയുടെ കാറും എടുത്ത് ഞാൻ നേരെ പോയത് വിവേകിനെ തിരിച്ചു വിളിക്കാനായിരിക്കുമെന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ മണ്ടന്മാർ തെറ്റിദ്ധരിച്ചു. ചിലരൊക്കെ. ഞാൻ നേരെ പോയത് വേളാങ്കണ്ണി മാതാവിന് മുന്നിൽ ഒരു കൂട് മെഴുകുതിരി കത്തിക്കാനായിരുന്നു. ഈ ദയാ ശ്രീനിവാസനെ ഇഷ്ടപ്പെടുന്ന നാളുകളിൽ ഞാൻ രഹസ്യമായിട്ട് ഭക്തി തുടങ്ങിയിരുന്നു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. പക്ഷെ എന്ത് ചെയ്യാം, കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാവും. മതി, വായി നോക്കി എന്നിട്ട് വാ. എഴുന്നേറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അനിവാര്യമായ ദുരന്തങ്ങൾ അനുഭവിച്ചേ മതിയാവും. പക്ഷെ ഈ ദുരന്തത്തിനെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ഭൂമിയെ ഞാൻ സ്നേഹിക്കുന്നു, ഈ കടലിനെ, കാറ്റിനെ, ഈ ആകാശത്തിനെ, നിങ്ങളെയും. കൂൾ ഗുരു, കൂൾ.